കറൻസി വില ഇടിവിനെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം രൂക്ഷം. മൂന്നാം ദിവസവും ജനങ്ങൾ തെരുവിലിറങ്ങി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വന്നു. വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് നൽകും. ഐസൺ, ഇറാനിൽ അടുത്ത കാലത്ത് ഈ ഹിജാബിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. അവിടെ സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലിറങ്ങിക്കൊണ്ട് ഹിജാബ് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള വൻ പ്രക്ഷോഭം നമ്മൾ കണ്ടതാണ് ഇറാനിൽ നടക്കുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പ്രക്ഷോഭം കൂടി അവിടെ രൂപപ്പെടുകയാണ്. തീർച്ചയായും ഗൗതം, ഈ ഹിജാബിനെതിരെ നടന്ന പ്രക്ഷോഭവും സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് നടക്കുന്ന പ്രക്ഷോഭവും എല്ലാം തന്നെ അവിടെയുള്ള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ആ സംവിധാനത്തിൻ്റെയും നമുക്കറിയാവുന്നതാണ്, ഇറാനിലെ നിയന്ത്രിക്കുന്ന ഒരു മതസംവിധാനം നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. 1979 മുതൽ അങ്ങനെ തുടരുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ് ഈ വിഷയത്തെ നിരീക്ഷിക്കേണ്ടത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കറൻസിയുടെ വിലയിടിവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിൽ അതുണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ അതിശക്തമായൊരു പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. പല നഗരങ്ങളിലും വലിയ തോതിൽ ഈ കറൻസി വിലയിടിവിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പലതവണ സൂചിപ്പിച്ചതുപോലെ 42,000-ലേറെ രൂപയാണ് ഒരു ഡോളറിന് ഒരു ഇറാനിയൻ റയലിന് നൽകേണ്ടത്. അതായത് 42,000 അധികം എന്നുള്ളത് വലിയ തോതിൽ, അതായത് ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വലിയ തോതിൽ, അതായത് വാങ്ങുന്ന ഉൽപ്പന്നത്തേക്കാൾ വലിയ അളവിൽ കറൻസി നൽകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ തൂക്കത്തിൽ കറൻസി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരവസ്ഥയാണ് യഥാർത്ഥ പണപ്പെരുപ്പം അല്ലെങ്കിൽ അതിഭീകരമായ പണപ്പെരുപ്പം എന്ന് വ്യാഖ്യാനിക്കുക എന്ന് ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പല കാരണങ്ങളുണ്ട്. എണ്ണ വിൽപ്പന സംബന്ധിച്ച്, നിരോധനം സംബന്ധിച്ച വിഷയങ്ങൾ, അതുപോലെ തന്നെ ആണവായുധങ്ങൾ സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതിലെല്ലാം പശ്ചാത്തലത്തിൽ ജൂണിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുകയും ചെയ്തു. മാത്രമല്ല, ഈ പശ്ചിമേഷ്യയിലെ പല ഭീകര സംഘടനകൾ, അതായത് ഹിസ്ബുള്ളയും അതുപോലെ ഹമാസ്, യമനിലെ ഹൂതി വിമതർ എന്നിവർക്ക് ഉൾപ്പെടെ ധനസഹായം നൽകുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ സാമ്പത്തിക രംഗം തകരുന്ന രീതിയിൽ വലിയൊരു ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ജനം തിരിച്ചറിഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അതീവ സങ്കീർണമായ ഒരു സാഹചര്യം ഉയർന്നു വരികയും ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാനാവാത്തൊരു സാഹചര്യം വന്നതോടെ ജീവിക്കാനാവാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുകയും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിജാബിനെ സംബന്ധിച്ച ഹിജാബ് സമരം, അല്ലെങ്കിൽ ഹിജാബിൻ്റെ എതിരായ ഹിജാബ് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം പോലുള്ള അതേ രീതിയിലേക്ക് ഒരു സംഘടിത നീക്കം, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടിത നീക്കം നടക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഇറാനിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ അയതൊള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി ഇത് അടിച്ചമർത്തുമെന്ന സൂചനയാണ് നൽകുന്നത് എങ്കിൽ കൂടി ആ സൂചന നൽകിയതിന് ശേഷവും, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് മസൂദ് പെസഷ്കിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷവും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, കറൻസി വിലയിടിവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇറാനിൽ വീണ്ടും പ്രതിഷേധം നടക്കുന്നത്. തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിച്ചിരിക്കുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് ഹിജാബിനെതിരെ വലിയ പ്രതിഷേധം അവിടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധമായിട്ടാണ് ഇതിനെല്ലാം പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഐസണാണ് വിവരങ്ങളുമായി ചേർന്നത്.